ഹായ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നേരെ നമുക്ക് കാര്യത്തിലേക്ക് എടുക്കാം. ഇന്ന് നമ്മൾ കുറച്ച് വാഷി ടൈപ്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് നമ്മൾ ഒരു A4 ഷീറ്റ് മാത്രം യൂസ് ചെയ്യുന്നുള്ളൂ. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഇത്. അപ്പോൾ ആദ്യം നമുക്ക് A4 ഷീറ്റിൽ കുറച്ച് ലൈൻസാണ് വേണ്ടത്. ഇതിന് നമ്മൾ ഒരു ബ്ലൂ തീമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് വാഷി ടൈപ്സ് വേണമല്ലോ. അതിനായിട്ട് 3 പാർട്ടായിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഒന്ന് കുറച്ച് ലൈറ്റ് തീമിലും, പിന്നെ ഒന്ന് ഡാർക്കായിട്ടും, പിന്നെ ഒന്ന് ആ സെയിം കളറായിട്ടും, പിന്നെ ഒരു വൈറ്റ് ആയിട്ടുമാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡാർക്കിന് വേണ്ടി ബ്ലൂ ആഡ് ചെയ്തു, കുറച്ച് ലൈറ്റ് കളറിന് വേണ്ടി വൈറ്റാണ് ഞാനിവിടെ ആഡ് ചെയ്തത്. ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഒന്ന് ഇഷ്ടമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഞാനിവിടെ രണ്ട് ലൈൻസിലാണ് ഞാനിവിടെ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് കുറച്ചൊരു ലെങ്ത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഉദ്ദേശിക്കുന്നത്. ഒരു ലൈനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചെടുക്കുമ്പോഴേക്കും അത് തീർന്നു പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് രണ്ട് ലൈനിലാണ് ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കളറെല്ലാം ചെയ്തതിന് ശേഷം നമുക്കൊരു ബ്ലാക്ക് പെൻ എടുത്തിട്ട് ഞാനിവിടെ ലൈൻ ചെയ്യുന്നുണ്ട്. അത് കുറച്ച് കട്ട് ചെയ്യുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയും ആ ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ടൊക്കെയാണ് ഇവിടെ ഞാൻ ലൈൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ലൈൻ ഇട്ടതിന് ശേഷം നമുക്ക് എല്ലാം ചെയ്ത് കണ്ടിട്ട് കട്ട് ചെയ്യാം കേട്ടോ. ഇല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഫസ്റ്റ് തീമിലായിട്ട് ഞാൻ കുറച്ച് സ്റ്റാറാണ് ഉദ്ദേശിക്കുന്നത്. സ്റ്റാർ ഉണ്ടാക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. കെ എഴുതുകയാണ്. കെ ഒരു റൈറ്റ് സൈഡിലേക്ക് എഴുതുക, ലെഫ്റ്റ് സൈഡിലേക്ക് എഴുതുക. അപ്പോൾ നമ്മുടെ സ്റ്റാർ ഇവിടെ റെഡിയാണ്. പിന്നെ ലൈൻ ഇടാൻ ഏറ്റവും ഈസിയുള്ള പരിപാടിയാണെന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു ഹാർട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഹാർട്ട് പോലെയൊക്കെ വന്നിട്ടുണ്ടാവില്ലേ, അതായത് ഹാർട്ട് പോലെ ജസ്റ്റ് ഇങ്ങോട്ടൊരു ലൈൻ അങ്ങോട്ടൊരു ലൈൻ, ഇതാണ് എൻ്റെ ഹാർട്ട്. പിന്നെ ഒരു ഫ്ലവറാണ് ഉദ്ദേശിക്കുന്നത്. ഫ്ലവർ പറയുമ്പോൾ ഒരു സ്റ്റാർ പോലെ അങ്ങനെ വരയ്ക്കുന്നത് തന്നെയാണ് ഞാനിവിടെ ഫ്ലവറായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ സെൻറ്ററിലായിട്ട് ഓരോ ഡോട്ടുകളും ഞാൻ കൊടുക്കുന്നുണ്ട്, ആ ഒരു ചെറിയ ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെയാണ് ഞാനിത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാനും കിട്ടും. കട്ട് ചെയ്ത പേപ്പറിൽ വരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമുക്കതിനുള്ള റോളാണ് വേണ്ടത്. അപ്പോൾ ഈ ബാക്കിയുള്ള ഷീറ്റിൽ തന്നെയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്, ബാക്കിയുള്ള A4 ഷീറ്റിൽ. അപ്പോൾ അത് കട്ട് ചെയ്ത് 4 മടക്കിയിട്ട് 4 റോളാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് രണ്ടും കൂടി കണക്ട് ചെയ്യാനായിട്ട് ഫെവിക്കോൾ ചെയ്യുന്നുണ്ട്. അടിയിൽ ഫെവിക്കോൾ ചെയ്തിട്ടാണ് ഞാനിത് റോൾ ചെയ്യുന്നത്. അതിനുശേഷം റോൾ ചെയ്തൊന്ന് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതിൽ ഒരു കുഞ്ഞു വൈറ്റ് പേപ്പർ ചേർക്കുന്നുണ്ട്. ചെറുതായി കട്ട് ചെയ്ത ഒരു പേപ്പർ മതി. ഇത് ജസ്റ്റ് ഒന്ന് വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ വാഷി ടൈപ്സ് റെഡിയാണ്. പിന്നെ ഇത് പേപ്പറിൽ ഒട്ടിക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അടിയിൽ ഫെവിക്കോൾ ചെയ്യണം കേട്ടോ, അല്ലാതെ ഇത് ഒട്ടിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ എല്ലാവർക്കും വാഷി ടൈപ്പ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് കുറച്ച് കുറവുകളൊക്കെ ഉണ്ടാവും. അതെല്ലാം എല്ലാവരും ഒന്ന് അക്സെപ്റ്റ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ.